നമസ്കാരമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ. മാർച്ച് 27 വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ, മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര ഒരു അഭിപ്രായമൊന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും കൂടിയിട്ട് എല്ലാവർക്കും ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, പിന്നെ ലാലേട്ടൻ്റെ സിനിമയാണെന്നുള്ള ആ ഒരൊറ്റ ഇതിൽ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്ന ആ സിനിമയെ ബേസ് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കാണണം എന്നുള്ള ആ ഒരൊറ്റ ഇതിൽ തന്നെ സിനിമാ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ വിജയിച്ചു എന്ന് പറയാം. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ, ഈ ഒരു സിനിമ ഒരുപാട് സീനുകൾ കട്ട് ചെയ്തു, വീണ്ടും റിലീസ് ചെയ്തു. ശരിക്കും ഇതെല്ലാം സിനിമയുടെ ബിസിനസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര്, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ അങ്ങനെ പറഞ്ഞു ഇതൊരു ബിസിനസ്സാണ്, ആരും കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കേന്ദ്രം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ BJP-ക്കാർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല സിനിമ കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു സിനിമയെ ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണെങ്കിലും എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും സിനിമ ഇപ്പോൾ 300-ലധികം, അതായത് 350 മുകളിൽ കോടികൾ ഈ ഒരു സിനിമ മൊത്തം കളക്ട് ചെയ്തു. അതും തിയേറ്റർ കളക്ഷൻ അടക്കം എന്നുള്ള ഒരു പേരിലൊക്കെയാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എമ്പുരാനെ കുറിച്ചിട്ട്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തൊക്കെയാണെങ്കിലും തിയേറ്ററുകളിൽ ആളുണ്ട്. അതായത് ഇറങ്ങിയ സ്ക്രീനുകളിലൊക്കെ സിനിമ ഇപ്പോഴും 1 ഷോ 2 ഷോ വെച്ച് കളിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഫുൾ ഡേ, അതായത് ഒരു ദിവസം 24 മണിക്കൂറൊക്കെ ഈ സിനിമ കളിച്ച ഒരു ചരിത്രം തൃശ്ശൂർ രാഗം തിയേറ്ററിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് തൃശ്ശൂർകാരനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റുള്ള തിയേറ്ററുകളൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങൾ ഏതൊക്കെ തിയേറ്ററിലാണ് ഈ ഒരു സിനിമ അങ്ങനെ ഒരുപാട് ഷോകൾ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ അങ്ങനെ തൃശ്ശൂർ രാഗത്തിൽ ഇപ്പോഴും 2 ഷോ കളിക്കുന്നുണ്ട്. ഗംഭീര ആൾക്കാരുണ്ട്. നമുക്ക് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ ഗംഭീര ആൾക്കാരുണ്ട്. പിന്നെ ഏപ്രിൽ 10 ഒപ്പം തന്നെ ബസൂക്ക എന്ന് പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമ ബസൂക്ക വന്നു. അപ്പോൾ ഈ ഒരു ബസൂക്ക എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും ഒരു ഗംഭീരമായിട്ടുള്ളൊരു അഭിപ്രായം നേടിയെടുക്കാൻ പറ്റി. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആവറേജ് അഭിപ്രായത്തോട് കൂടിയിട്ട് ഈ സിനിമ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ കടന്നുപോയ കാഴ്ചകളാണ് നമ്മളെല്ലാവരുടെയും കണ്ടത്. അപ്പോൾ വിഷു സമയത്ത് ഇറങ്ങിയ ബസൂക്ക, അതുപോലെ തന്നെ ജിംഖാന, നസ്ലിൻ്റെ ജിംഖാന, ബേസിലിൻ്റെ മരണമാസം എന്ന് പറയുന്ന സിനിമയൊക്കെ പിന്നീട് അങ്ങോട്ട് തള്ളിക്കയറ്റം കണ്ടത് ജിംഖാന എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. എല്ലാ തിയേറ്ററിലും ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. സിനിമ എന്ന് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരു പണ്ടാര സിനിമയാണോ അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള സിനിമയാണെന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് സപ്പോസ് പേഴ്സണലിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ്. നസ്ലിന് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അതായത് ഫാമിലി ഓഡിയൻസിനെ കൂടുതൽ കൈയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിലൂടെ ആയിരിക്കാം, പിന്നെ അദ്ദേഹത്തിൻ്റെ കോമഡി കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കാം. ഇപ്പോൾ രാഗം തിയേറ്ററിൽ നമ്മുടെ അജിത്തിൻ്റെ തമിഴ് സിനിമ ഗംഭീരമായിട്ട് നല്ല അഭിപ്രായം നേടി, ഫുള്ള് പോസിറ്റീവ് അഭിപ്രായം നേടിയിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ അജിത്തിൻ്റെ സിനിമ അവിടെ ഒരു ഷോ വെച്ചിട്ടുണ്ട്, ഹൗസ്ഫുള്ള് തന്നെ. ഇറങ്ങിയ എല്ലാ ദിവസവും ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ 200 കോടി ആ ഒരു സിനിമ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തു. എന്നിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസിന് വന്നത്. ഇപ്പോൾ ദാ ഏറ്റവും പുതിയ സിനിമ, ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും എന്ന് പറഞ്ഞുള്ള സിനിമയുടെ അപ്ഡേറ്റ് രാഗം തിയേറ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ രാഗം തിയേറ്ററിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇതാ രാഗം തിയേറ്ററിൻ്റെ സൈഡിൽ ഫ്ലക്സുകൾ വെച്ചിട്ടുള്ള ഫോട്ടോ അവരുടെ ഒഫീഷ്യൽ പേജിൽ, രാഗം തിയേറ്ററിൻ്റെ പേജിലിട്ടിട്ടുണ്ട്, തുടരും എന്ന് പറയുന്ന സിനിമ. അപ്പോൾ തുടർന്ന്, അതായത് തുടരുന്ന് പറയുമ്പോൾ തുടർന്ന് നല്ല സിനിമകൾ വന്നുകൊണ്ട് തിയേറ്ററുകൾ ഉണരുന്ന ഒരു കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടരുന്ന് പറയുന്ന സിനിമ 25-ാം തീയതിയാണ് ഇറങ്ങാൻ പോകുന്നത്, ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ മാസം തന്നെ ഒരുപാട് സിനിമകൾ വന്നു എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു സമയങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ആ സിനിമകളുടെ വിശേഷങ്ങളായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ കംപ്ലീറ്റ് വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. ഓക്കെ, തുടരുന്ന് പറയുന്ന സിനിമ ഏത് തിയേറ്ററിലാണ് കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. താങ്ക് യു.